കൊച്ചാട്ടാ 10 മണിയായല്ലോ. രാകാലത്തിന് മുമ്പ് സ്ഥാനം കണ്ട് വീടിന് കുറ്റിയടിക്കണ്ട. ഇപ്പോഴാണോ വരുന്നേ? എടാ നീ എടാ പ്രകാശം നീ എന്നോട് ക്ഷമിക്കടാ. എന്താ? എടാ ഞാൻ എന്റെ പെൻസിൽ കാണില്ല, അത് നോക്കി 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 സമയം പോയതാടാ. പെൻസില് കാണുന്നില്ല. ഇല്ല. ചൈനയുടെ റോക്കറ്റ് ഇരിക്കുന്ന പോലെ ചെറുപ്പറയും വന്നിരിപ്പുണ്ട്. എന്റെ ചെറുപ്പറ വെച്ചിട്ടുണ്ടായിരുന്നു. നീ എന്താ കുളിച്ചപ്പോ പോലും പോവാഞ്ഞേ? ചെവിക്കാത്ത സോപ്പ് കഥ പോയില്ല. പിന്നെ പെൻസില് എന്റെ കൊച്ചാട്ടാ പുതിയ പെൻസിൽ വാങ്ങിയില്ല. ഇതൊക്കെ കളഞ്ഞിട്ട് നീ എന്നെ എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെൻസിലിനെ ഒന്നും പറഞ്ഞേക്ക. ഇത് പാരമ്പര്യമായി കിട്ടിയ പെൻസിലാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ കയ്യിൽ ഇരുന്നപ്പോ ഇത്രയും ഉണ്ടായിരുന്നു പെൻസിൽ. നിങ്ങൾ പിന്നെ എന്റെ അച്ഛന്റെ വന്നപ്പോ ഇത്രയുണ്ട്. അയ്യോടാ എന്റെ വന്നപ്പോ ഇത്രയുണ്ട്. അയ്യോ ഇനി കൊച്ചാട്ടന്റെ മോൻ എന്താ കൊടുക്കും? ഈ തൊടറബ്ബർ എടുത്ത് കൊടുക്കും അവന്. അവൻ അത് മതി. പഞ്ചായത്തിൽ നിന്ന് 50,000 രൂപ ആദ്യത്തെ ഗഡു കിട്ടിയിട്ടുണ്ട്. അത് തീരുന്നതിന് മുമ്പ് തറ കെട്ടി കാണിച്ചില്ലെങ്കിൽ അടുത്ത ഗഡു കിട്ടത്തില്ല. എന്താ നിന്റെ പ്ലാൻ എന്തുവാ? വീട് പണിയൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചങ്ങ് കൂടണം. എടാ നിന്റെ ഉള്ളിലിരിപ്പല്ല ചോദിച്ചേ. വീടിന്റെ പ്ലാൻ എന്തോ വരച്ചിട്ടുണ്ടോ? പ്ലാൻ വരച്ചിട്ടുണ്ട്. കാണിക്കങ്ങോട്ട്. പെങ്ങടെ മോൻ വരച്ച കേട്ടോ. പെങ്ങടെ മോൻ എടുക്കണമെന്നില്ല അവന്. അവനെ ഞാൻ എഞ്ചിനീയർ ആക്കും. സൂപ്പർ. കാണിച്ചേ. വീട് പണിയാ. ആ ഓഞ്ഞ മല ആ ഓഞ്ഞ സൂര്യനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് പണിയിപ്പിക്കും. വേറെ പ്ലാൻ വരയ്ക്കണമെന്ന്. ഇവിടെ വേറെ പ്ലാൻ ഒന്നും ആര് വരയ്ക്കും? ഇനിയും ഞാൻ വരയ്ക്കും പ്ലാൻ. കണക്കനായ ഞാൻ ഇവിടെ വയ്ക്കുമ്പോ പ്ലാൻ എന്താ ബുദ്ധിമുട്ടാ? അപ്പൊ നമുക്ക് ആദ്യം അളവ് അങ്ങോട്ട് എടുക്കാം. അളവെടുക്കാം. ഏകദേശം ഇത്ര നീളത്തിലാ പോരുന്നേ. ഇത് കഞ്ഞിമൂല. എന്നാ 2 പുഴുവും കൂടെ അങ്ങടിക്കും. എന്താ കാണിക്കുവാ നിങ്ങള്? അളവെടുത്തതാ. ഇങ്ങനെയാണ് അളവെടുക്കുന്ന. ടേപ്പില്ലേ? ടേപ്പ് വേണ്ട, ഇത് കറക്റ്റ് അളവാണ്. എന്റെ ഉണ്ട് ടേപ്പ്. ഇത് വെച്ച അളവെടുത്താ മതി. അളക്ക വന്നാലും വിടല്ലേടാ. വിടല്ലേ? വിടല്ലേ? അത് മൊത്തം അതിനകത്ത് കേറിയോടാ. മൊത്തം കേറിയോ? മൊത്തം ഓടിയേ. ഇത് തിരിച്ചു വരുന്ന കാണുമ്പോ എന്റെ അഹവാളങ്ങ് വെട്ടുവോ. ഇതുകൊണ്ട് പറ്റത്തില്ല. എങ്ങനെയാലും നിങ്ങൾ അളവെടുക്കാം. ഇവിടെ നോക്കിട്ട് ഒരു കാല്, ഇരുകാല്, എന്റെ കാല് ഇവിടെ അങ്ങ് കുത്തിയിരുന്നു. ഇതാ സിറ്റ് ഔട്ട്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട്. ഇവിടെ സോപാനം വേണം. വന്ദേ മുകുന്ദ. എന്താ പറഞ്ഞേ? എന്തുവാ ഇത്? നീ അല്ലേ സോപാനം പഠനം പറഞ്ഞേ? അയ്യോ സോപാന സംഗീതമല്ല. ഈ ചാര് ബെഞ്ചൊക്കെ വെച്ച് ചാരി കിടക്കുന്ന സോപാനം. അതാണ് സോപാനം. അത് വേണം. അപ്പൊ അത് നമുക്ക് പണി സെറ്റ് ചെയ്യാം. നീ എന്ന് പറയുന്നേ അടുത്ത പ്ലാൻ നോക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നാളെയല്ലോ ഈ വഴിക്കൊക്കെ വന്നിട്ടെ. കൊച്ചു വർത്താനം പറയാൻ വന്നു. ഇങ്ങനെ കൊച്ചു വർത്താനം പറയുന്ന സ്ഥലമാണ് ഹാള്. ഇതാണ് ഹാള്. ഹാള് റെഡിയല്ലോ. ഇങ്ങനെ വന്നേ. ഇങ്ങനെ വന്നേ. അയ്യ എന്ത് വിളിച്ചു പറഞ്ഞ അവിടെ കട്ടളയുണ്ട്. പറഞ്ഞ കാര്യം ഇപ്പൊ തകർന്നേനെ. എന്താ കട്ടള? ഇങ്ങോട്ട് കടന്നേ. ഇങ്ങോട്ട് കടന്നേ. ചക്കര മുത്തേ. എന്ത് പഞ്ചാരി തുടങ്ങാം. കൊച്ചാട്ടന്റെ പ്ലാൻ. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇനി അങ്ങോട്ട് പറയുന്നത് ഇവിടെ ഇവിടെ ആണ് നിന്റെ അപ്പന്റെ മുറി. അപ്പന്റെ മുറി. ഓക്കെ അല്ലോ. കക്കൂസി തന്നെ പോയാ മതി. ഞാൻ വരുന്നു. അതെ കക്കൂസിന്റെ പ്ലാൻ കാണിക്കാന്ന്. അതിനോ? ഇവിടെ കക്കൂസ്. ഇവിടെ വേണ്ട. ഇവിടെ വെച്ചാ. അയ്യോ അത് അഗ്നികോണ. അവിടെ കക്കൂസ് പാടില്ല. അഗ്നികോണ് കക്കൂസ് വെച്ചാൽ എന്തോ കുഴപ്പം? അങ്ങോട്ട് ചെന്നാൽ മതി. അതിന് കത്തിയേക്ക് പോയിക്കോളൂ. അപ്പൊ അല്ലോ ഓക്കെ. 2 ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും എല്ലാം റെഡി ആയല്ലോ. എന്നാ ശരി നമുക്ക് കുറ്റി അങ്ങോട്ട് അടിക്കാം. കുറ്റി അങ്ങോട്ട് അടിക്കാം. നല്ല കുറ്റിയാണ്. ഈസ്റ്റ് എവിടാ? ഈസ്റ്റ് ഇല്ല, വിനാഗിരി മതി. അയ്യോ കുറ്റിയോട്ട് അച്ചാറുണ്ടാക്കി തരാൻ വന്നല്ല ഞാൻ. എടാ കിഴക്ക് എവിടാന്ന്? കിഴക്ക് അവിടാന്നോ? നമുക്ക് അവിടെ കുറ്റിയടിക്കാം. കുറ്റിയടിക്കും. അതെന്താ? അപ്പൂപ്പനെ കുഴിച്ചിട്ടേക്കുന്ന സ്ഥലമായി. അതെന്താ കളിച്ചു വരുന്നത്? തൈ കുഴിച്ചിട്ടാലും കളിച്ചങ്ങ് വരൂല്ലയോ? അപ്പൂപ്പന്റെ തൈയല്ല, തെങ്ങിൻ തൈ. അയ്യോ അവിടെ ഇട്ട് അറിഞ്ഞാലോ? ഇവിടോ? മൂത്തമ്മാവനെ കുഴിച്ചിട്ടേക്കുന്ന സ്ഥലമാ അത്. ഏറ്റവും മൂത്തമ്മാവനാണ്. അല്ലല്ല, തലയ്ക്ക് മൂത്തൊരമ്മാവനുണ്ടായിരുന്നു പുള്ളിയെ. അവിടെ 2 കല്ലൂടെ പിടിച്ചു നോക്കി. ചിലപ്പോ മൂത്ത് കയറി വരും. നീ എന്തോ നോക്കുന്നേ? അമ്മൂമ്മ ഇവിടെ അമ്മൂമ്മ കുഴിച്ചിട്ടേക്കുന്നത്. എന്നാ പിന്നെ ഇവിടെ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ഇവിടെ ആരുമില്ല. നമുക്ക് അവിടെ ഒരു പാപ്പം കുഴിയിലോട്ട് കാല് നീട്ടി ഇരിപ്പുണ്ട്. ബുക്ക് ചെയ്തിട്ടേക്കുവാ. അയ്യോ എന്തുവാടാ ആകപ്പാടെ പുറമ്പോക്കില് ഈ പട്ടിക്കാട്ടിൽ 5 സെന്റ് ബസ് കൊണ്ട് അപ്പൂപ്പനെ അമ്മൂമ്മ ചിറ്റപ്പനെ എല്ലാരെയും കൃഷി ചെയ്ത് വെച്ചേക്കുവാ. ഇവിടെ ഞാൻ എവിടെയാടാ നിനക്ക് വീട് വെച്ച് തരേണ്ടത്? ഈ പട്ടിക്കാട്ടി എനിക്ക് വീട് വെച്ച് തരാൻ പറ്റത്തില്ല. നീ തന്നെ ആരെങ്കിലും പഠിപ്പിച്ചോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പണിയത്തില്ല. എന്റെ ദൈവമേ കുഴി കുടിക്കാൻ ഞാൻ കാര്യമായിപ്പോ അല്ലേ അച്ചുകൂടെ കണ്ട് ഞാൻ പേടിച്ചേനെ. പട്ടിക്കാട്ടി പറ്റത്തില്ല. എറണാകുളം ടൗണിൽ കുറച്ച് സ്ഥലമുണ്ട്. വീട് വെച്ച് തരാൻ പറ്റുമോ? അത് പറ. അതാണ് പറയേണ്ടത് എന്നോട്. എറണാകുളത്ത് എവിടാ? വൈറ്റില. ഹൈവേലെ ട്രാഫിക് സിഗ്നൽ ഇല്ലയോ?
അതിന്റെ ചോട്ടിൽ എനിക്കൊരു വീട് വെച്ച് തരാൻ പറ്റുമോ? ആക്കിയതാ. അവിടെ നിനക്കൊരു വീട് വെച്ച് തരാം. പക്ഷേ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് നിന്റെ ബെഡ്റൂമിൽ പിടിപ്പിക്കണോ നിന്റെ ബാത്റൂമിൽ പിടിപ്പിക്കണോ? പറ്റാണ്ട.